നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. കുട്ടികളിലെ അമിതവണ്ണം നിസ്സാരമായി കാണരുത്. ലോകത്ത് 5 വയസ്സിൽ താഴെയുള്ള 41 മില്യൺ കുട്ടികൾ അമിതവണ്ണമുള്ളവരാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ പറയുന്നത്. അമിതവണ്ണം കുട്ടികൾ വളരുമ്പോഴും തുടരുന്നു. ഇത് പിന്നീട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതിനാൽ അമിതവണ്ണത്തെ മാതാപിതാക്കൾ ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ്. കുട്ടികളിലെ പൊണ്ണത്തടി എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഗായത്രി ജിയാണ് അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികളിലെ പൊണ്ണത്തടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടികളിലെ പൊണ്ണത്തടി എന്നതുകൊണ്ട് നമ്മൾ മെയിനായിട്ട്, അതായത് നമ്മളൊരു കാൽക്കുലേഷൻ വെച്ചാണ് അത് കണ്ടുപിടിക്കുന്നത്. BMI, നമുക്ക് എല്ലാവരും ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും അതിനായിട്ട്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടിക്കാണ് നമ്മൾ BMI നോക്കാറുള്ളത്. വെയിറ്റ് കിലോഗ്രാമിലും ഹൈറ്റ് മീറ്ററിലും എടുത്ത് വെയിറ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്നൊരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിൽ കിട്ടുന്ന വാല്യൂ നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാഫ്സ് ഉണ്ട്. ആൺകുട്ടികളുടെ ഗ്രാഫ് അതായത് ഒരു ബ്ലൂ കളർ ആയിരിക്കും, പെൺകുട്ടികളുടെ പിങ്ക് കളർ. സോ അതിൽ നമ്മൾ ചാർട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഓറഞ്ച് ലൈൻ, റെഡ് ലൈൻ അങ്ങനെ ഉണ്ട്. സോ അതിന്റെ ഓറഞ്ച് ലൈനെക്കാട്ട് മുകളിലേക്ക് പോവാണെങ്കിൽ ഓവർ വെയിറ്റ് എന്നും, റെഡ് ലൈനിന് മുകളിലേക്ക് പോവാണെങ്കിൽ ഒബിസിറ്റി എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. സോ ഗ്രാഫ് ബേസിസിൽ നമ്മൾ BMI കണ്ടുപിടിച്ചതിന് ശേഷമാണ് കുട്ടികളിൽ പൊണ്ണത്തടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 വയസ്സ് തൊട്ട് 5 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മൾ വെയിറ്റും ലെങ്ത്തും മെഷർ ചെയ്ത് അത് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫും ഉണ്ട്. സോ ഈ ഗ്രാഫിക്കലി ആണ് നമ്മൾ പൊണ്ണത്തടി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ കുട്ടികളിൽ ഈ പൊണ്ണത്തടി ഉണ്ടാകുന്നത്? അതിന്റെ ഒരു കാരണം എന്തൊക്കെയാണ്? പൊണ്ണത്തടിയുടെ കാരണങ്ങൾ എന്ന് മെയിനായിട്ട് പറയുമ്പോൾ എക്സോജിനസ് ഒബിസിറ്റിന്നും അതുപോലെ പെത്തോളജിക്കൽ ഒബിസിറ്റിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോ എക്സോജിനസ് ഒബിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എനർജി ഇംബാലൻസ് അല്ലെങ്കിൽ കാലറി ഇംബാലൻസ് എന്ന് പറയും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ചെലവഴിക്കുന്ന കാലറീസും തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് തീരെ ചെയ്യാതിരിക്കുക, സോ അതുവഴി ഉണ്ടാകുന്നതിനാണ് നമ്മൾ എക്സോജിനസ് ഒബിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒബിസിറ്റിയിൽ ഒരു 90 to 98% ഇങ്ങനെ ഉണ്ടാകുന്ന പൊണ്ണത്തടിയാണ്. അതായത് നമ്മളുടെ എനർജി ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന പൊണ്ണത്തടിയാണ് കുട്ടികളിൽ കൂടുതലായിട്ടും കാണുന്നത്. പെത്തോളജിക്കൽ ഒബിസിറ്റി എന്ന് പറയുന്നത് ചില കുഞ്ഞുങ്ങളുള്ള സിൻഡ്രോംസ്, അതായത് ഇപ്പൊ ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ ചില സിൻഡ്രോംസ് കാരണം ചില കുട്ടികൾക്ക് പൊണ്ണത്തടി വരാം. പിന്നെ നമ്മളുടെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും, തൈറോയിഡിന്റെ കുറവ് കാരണം അങ്ങനെയുള്ള കുട്ടികളിൽ ഒബിസിറ്റി വരാം. ഇതൊക്കെ വളരെ റെയർ കണ്ടീഷൻസ് ആണ്. കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം കൊണ്ടുണ്ടാകുന്ന, അതായത് നമ്മളുടെ എനർജി ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു പൊണ്ണത്തടിയാണ് കൂടുതലായിട്ടും കുട്ടികളിൽ കണ്ടുവരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളിലാവുമ്പോൾ കുറച്ച് വണ്ണമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ അതിനെ പൊണ്ണത്തടി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അതിനെ എങ്ങനെയാണ് തടയാൻ കഴിയുന്നത്? ഈ ഭക്ഷണ ക്രമീകരണത്തിൽ തന്നെയാണോ ഇത് തടയേണ്ടത്? പൊണ്ണത്തടി തിരിച്ചറിയാൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ BMI കാൽക്കുലേറ്റ്, നിങ്ങൾക്ക് പീഡിയാട്രീഷ്യന്റെ സഹായം വേണ്ടി വരാം. ഗ്രാഫിക്കലി നോക്കിയാണ് നമ്മൾ പൊണ്ണത്തടി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ഏകദേശം എല്ലാ പാരന്റ്സിനും അറിയാം ഇന്ന പ്രായത്തിൽ എത്ര തൂക്കം വേണം എന്നുള്ളത്. സോ അമിതമായിട്ടുള്ളൊരു തൂക്കം കാണുമ്പോൾ, ഓവർ വെയിറ്റ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും പീഡിയാട്രീഷ്യനെ സമീപിച്ച് കാൽക്കുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്സ് അവൈലബിൾ ആണ്, ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്, അതിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കൂടുതലായിട്ടും നമുക്ക് തടയാൻ ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതുപോലെ തന്നെ എക്സസൈസ് കുറഞ്ഞു വരുന്നത്. ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭക്ഷണ ക്രമീകരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും നമ്മൾക്കറിയാം ജങ്ക് ഫുഡ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനത്തെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളാണ്. സോ ആ ഒരു ഇതും നമ്മളുടെ കുട്ടികളുടെ പൊണ്ണത്തടിയിലേക്ക് നീക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനാക്ടിവിറ്റി, അതായത് വ്യായാമക്കുറവ്. കൂടുതൽ കുട്ടികളും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ സ്ക്രീൻ ടൈം ആണ് പോകുന്നത്. TV, ഫോൺ യൂസ് ചെയ്ത് മാക്സിമം ഫിസിക്കൽ ഇനാക്ടിവിറ്റിയിലോട്ട് നീങ്ങുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് മെയിനായിട്ട് കുട്ടികളിലേക്ക് പൊണ്ണത്തടി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, അതായത് നമുക്കറിയാം ഈ കുഞ്ഞുങ്ങൾ വളരുന്ന പ്രായമാണ് എന്നൊക്കെ പറഞ്ഞാണ് പലപ്പോഴും ഭക്ഷണം നൽകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പണ്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ പ്രായത്തിൽ വളരുന്നൊരു സമയമാണ്, അതുകൊണ്ട് ഭക്ഷണം എല്ലാം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന രീതിയുമുണ്ട്. അതൊക്കെ ഈ പൊണ്ണത്തടിക്ക് കാരണമായിട്ട് നമുക്ക് പറയാനുണ്ടോ? ഭക്ഷണം കൊടുക്കുന്നതിൽ നമ്മൾ അതിന്റെ കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഹൈ സോൾട്ടഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹൈ സ്വീറ്റൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് നമുക്ക് അറിയാം കുട്ടികൾക്ക് ഇഷ്ടം കൂടുതലും മധുരങ്ങളോട് ഇഷ്ടമുള്ള കുട്ടികൾ കാണും. ചില കുട്ടികൾക്ക് ജങ്ക് ഫുഡ്, അതായത് ഇങ്ങനത്തെ ബർഗർ അല്ലെങ്കിൽ പാസ്ത അങ്ങനത്തെ സാധനങ്ങളോട് താല്പര്യമുള്ള കുട്ടികൾ കാണും. സോ ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷെ അതില് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്, അതായത് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡുകൾ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരിക്കലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജങ്ക് ഫുഡോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സോ കുട്ടികളായതുകൊണ്ട് ഇതെല്ലാം കുടിക്കാനെന്ന് കരുതി അങ്ങനത്തെ ഫുഡിലേക്ക് പോകാതിരിക്കുക.
അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും അവരുടെ ആക്ടിവിറ്റി അനുസരിച്ചിട്ട് നല്ലോണം ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ നല്ലോണം ഭക്ഷണം കഴിച്ചു വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല. നേരെ മറിച്ച് ഒന്നും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, മോസ്റ്റ്ലി ഒരു എന്താ പറയാ, രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി നേരെ ഹോംവർക്ക്, പഠിത്തം, പിന്നെ TV കാണുക, അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഡയറ്റിൽ കാലറി റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കുറയ്ക്കേണ്ടി വരും, കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് എല്ലാം കുറയ്ക്കേണ്ടി വരും. ഒരു ബാലൻസ് ഡയറ്റ് വേണം കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കാനായിട്ട്. അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, വിറ്റമിൻസ്, മിനറൽസ്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ ആയിട്ട് എഗ്, ചിക്കൻ, അങ്ങനത്തെ സാധനങ്ങൾ. സോ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും പൊണ്ണത്തടിയിലേക്ക് പോകത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ക്രീൻ ടൈം അതിപ്പോൾ ഈ TV കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഇപ്പോൾ പതിവായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പ്രശ്നമല്ലേ? അതൊക്കെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കില്ലേ? സ്ക്രീൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ഒരു മെയിൻ ചേഞ്ചാണ് ഈ സ്ക്രീൻ ടൈം എന്നുള്ളത്. അതായത് കൂടുതൽ വീട്ടിൽ നമ്മൾ കാണാറുണ്ട്, ഭക്ഷണം കഴിക്കുന്ന ടൈം ആകുമ്പോൾ കുട്ടി പ്ലേറ്റും എടുത്ത് നേരെ TVയുടെ മുന്നിലേക്കാണ് വന്നിരിക്കുക. അത് വളരെ തരത്തില് നമ്മളുടെ ഈ ഒബിസിറ്റിയിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 2 റീസൺ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അതായത് കൂടുതൽ സമയം സ്ക്രീനിലേക്ക് പോകുന്നതുകൊണ്ട് ആക്ടിവിറ്റി കുറയുന്നു. രണ്ടാമതായി സ്ക്രീൻ കണ്ട് കഴിക്കുമ്പോൾ, അതായത് നമ്മുടെ തലച്ചോറിൽ സെറ്റൈറ്റി സെന്റർ, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു വയറ് നിറഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഒരു സെന്റർ ഉണ്ട്. അപ്പൊ നമ്മൾ TV കണ്ട് ഇത് കഴിക്കുമ്പോൾ അതൊരിക്കലും ആക്ടിവേറ്റ് ആവില്ല. അതായത് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും, എത്ര കഴിച്ചാലും വയറ് നിറഞ്ഞതായിട്ട് തോന്നില്ല. ഇത് രണ്ടുമാണ് പൊണ്ണത്തടിയിലേക്ക് ലീഡ് ചെയ്യുക, സ്ക്രീൻ ടൈം കാരണം. ഈ ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്, അതിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എത്രത്തോളമാണ് ഈ പൊണ്ണത്തടിക്ക് കാരണമാകുന്നത്? ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതിന്റെ മെയിൻ പ്രശ്നം വെച്ചാൽ ഹൈ കാലറി ഫുഡാണ്. അതായത് ഷുഗർ ആണ് ഏറ്റവും ഹൈ ആയിട്ട് വരുന്നത്. ഹൈ കാലറി ഫുഡാണ്, ന്യൂട്രിയൻ ലെസ് ആണ്, അതായത് അവർക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വളരെ കുറവാണ് അതിൽ. അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാലും, അതായത് ഈ ലിക്വിഡ് ഡ്രിങ്ക്സ് കുറെ കഴിച്ച കാലറി റിച്ച് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെറ്റൈറ്റി സെന്റർ, അതായത് വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന ആ ഒരു സെന്റർ ആക്ടിവേറ്റ് ആകില്ല. കുട്ടികൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കും. സോ ഓവർ ഫീഡിങ്ങിലേക്ക് ലീഡ് ചെയ്യും, വീണ്ടും തിരിച്ച് പൊണ്ണത്തടിയിലേക്ക് പോകും. ഇപ്പം ഞാൻ ഈ ഭക്ഷണ രീതിയെ പറ്റി ഞാൻ ചോദിക്കുകയാണ്. അതായത് ഏകദേശം ഒരു 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. അവരുടെ ഒരു ഭക്ഷണക്രമം അതെങ്ങനെ വേണം ക്രമീകരിക്കാൻ? ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ആയിട്ട്, ഞാൻ ഭക്ഷണക്രമത്തെക്കാട്ടിലും അതിനുള്ള ഹെൽത്തി ഹാബിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കാൻ ശ്രമിക്കുക. അതായത് പാരന്റ്സും കുട്ടികളും ഒരുമിച്ചിരുന്ന് കഴിക്കുക. ടേബിളിൽ ഇരുന്ന് TVയുടെ മുന്നിൽ പോകാതെ ടേബിളിൽ വെച്ച് ഭക്ഷണം വെച്ച് ചെറിയൊരു സംസാരത്തിലൂടെ ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. രണ്ടാമതായി ഫുഡ് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഇത് കഴിക്കുക അത് കഴിക്കുന്ന പറഞ്ഞ് കുട്ടികളെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. മൂന്നാമതായിട്ട് ഭക്ഷണം ഒരിക്കലും ഒരു റിവാർഡായിട്ട്, അതായത് ഇപ്പൊ ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ ചോക്ലേറ്റ് വാങ്ങിത്തരാം, ഇപ്പൊ ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ അത് വാങ്ങിത്തരാം, അങ്ങനെ ഫുഡിനെ ഒരു റിവാർഡാക്കി കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കരുത്. വെറൈറ്റി ഫുഡ് കൊടുക്കണം. ദിവസം ഒരേ ഫുഡ് കൊടുത്ത ആർക്കായാലും മടുക്കും, അതുപോലെ കുട്ടികളുടെ ഇതും. സോ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ന്യൂട്രീഷ്യസ് ആയിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്, ഒരിക്കലും ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അതിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക. അതുപോലെ തന്നെ പാരന്റ്സ് ഒരു റോൾ മോഡൽ ആകുക. അതായത് പാരന്റ്സ് എന്ത് കഴിക്കുന്നത് എങ്ങനെ ഫോളോ ചെയ്യുന്നതാണ് കുട്ടികളും കണ്ടുപിടിക്കുക. ഒരു കോപ്പി നമ്മൾ ചെയ്യുന്നതാണ് കുട്ടികൾ കൂടുതലും കോപ്പി ചെയ്യാൻ അവർക്ക് ഇഷ്ടം. സോ നമ്മളൊരു സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ചിട്ട് അവരോട് കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു സമ്മതിക്കില്ല. സോ നമ്മൾ അവർക്ക് റോൾ മോഡലായിട്ട് നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ ഫുഡ് ഹാബിറ്റിൻ്റെ, ഈ ഹെൽത്തി ഹാബിറ്റിൻ്റെ കാര്യം പറഞ്ഞു, അത് കുറച്ചുകൂടെ ഒന്ന് വിശദമായി പറയുക. കാരണം നമുക്കറിയാം ഈ ഒരു വെക്കേഷൻ സമയമൊക്കെയാണ്, കുഞ്ഞുങ്ങൾ കൂടുതലും കളിക്കുക, TV, സ്ക്രീൻ, അങ്ങനത്തെ കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭക്ഷണം എന്നുള്ളത് കുറച്ച് കുറയ്ക്കാനുള്ളൊരു സാധ്യതയൊക്കെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന പേരൻസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ളൊരു ഭക്ഷണ രീതിയാണ് അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? മെയിൻ ആയിട്ട് ഞാൻ പറയാറുള്ളത് മിക്സ്ഡ് സിറിയൽസ്, അതായത് നമ്മളുടെ ചോറ്, ഗോതമ്പ്, മില്ലറ്റ്സ്, അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ, കാർബോഹൈഡ്രേറ്റ് റിച്ച് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സിറിയൽസ് വേണം. അതിന്റെ കൂടെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ, കടല അല്ലെങ്കിൽ നിലക്കടല, ഉഴുന്ന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുക. ഫ്രൂട്ട്സ് ഒരു നിർബന്ധമായ ഒരു ദിവസം നിങ്ങൾ എന്തായാലും കൊടുക്കണം. അതായത് 40% ഏകദേശം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെ നമ്മൾ അവരുടെ ഫുഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ അവൾ കഴിക്കുന്നില്ലായിരിക്കും, നമുക്ക് കുറച്ച് ടേസ്റ്റ് ചേഞ്ച് ആക്കിയിട്ടും കുറച്ച് കളർഫുൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഇപ്പൊ തന്നെ ദോശ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്കൊരു കുറച്ച് ഷേപ്പ് മാറ്റി ഇതാക്കിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ണും മൂക്കൊക്കെ വരച്ച് വെച്ച് കൊടുത്താൽ അവർ കഴിക്കുമായിരിക്കും. സോ കുറച്ച് ഒന്ന് അട്രാക്റ്റീവ് ആക്കി ശ്രമിക്കുക. അല്ലാതെ കണ്ടന്റ് ഒരിക്കലും മാറ്റാൻ ശ്രമിക്കരുത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ അവർക്ക് മാക്സിമം കൊടുക്കുക. പുറത്തെ ഫുഡ് കഴിക്കുന്ന കുട്ടി അതെങ്കിലും വയറ് നിറയട്ടെ എന്ന് വെച്ച് ഒരിക്കലും പാക്ഡ് ഐറ്റംസോ അല്ലെങ്കിൽ പുറത്തുള്ള ഫുഡോ കൊടുക്കാൻ നിൽക്കാതിരിക്കുക. യൂഷ്വലി നമ്മളൊരു 1 വീക്ക് ഒക്കെ അവരുടെ ഇഷ്ടം, അതായത് അവരുടെ ഇഷ്ടമുള്ള ഫുഡ് അധികം ജങ്ക് ഫുഡാണ്, നമ്മൾ വാങ്ങി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ
ഒരു 1 to 2 വീക്സ് കൊണ്ട് സ്വാഭാവികമായിട്ട് അവർ അവരുടെ കിട്ടുന്ന ഫുഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കും. അവര് വാശി പിടിക്കുന്ന, അവര് കരയുന്ന കാര്യം നമ്മൾ ആ ഒരു ഫുഡിലേക്ക് ഹാബിറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് അവർക്ക് കൂടുതൽ പ്രചോദനമായിട്ട് വീണ്ടും അതിലേക്ക് ഊന്നാനേ ചാൻസ് ഉള്ളൂ. സോ വെക്കേഷൻ ടൈമിൽ മെയിൻ ആയിട്ട് ഇപ്പൊ സമ്മർ ടൈം ആയതുകൊണ്ട് ഡീഹൈഡ്രേഷൻ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ വാട്ടർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക, വെള്ളം നന്നിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഫ്രൂട്ട്സ് ഒരു മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കണം, അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളൊരു ഫുഡ് ഹാബിറ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചോറ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളുണ്ടാവും, അപ്പോൾ അതെങ്ങനെയാണ്? അതിന് പകരം ഫ്രൂട്ട്സ് കൊടുത്താൽ അത് ബാലൻസ്ഡ് ആവുമോ? ഫ്രൂട്ട്സ് മാത്രം കൊടുത്താൽ ബാലൻസ്ഡ് ആകില്ല, സിറിയൽസ് ആയിട്ട് തന്നെ വേണം. ഇപ്പൊ ചോറ് തന്നെ വേണമെന്നില്ല, അരി തന്നെ വേണമെന്നില്ല. ചപ്പാത്തി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചപ്പാത്തി കൊടുക്കാം, ഗോതമ്പിന്റെ വെറൈറ്റി ഫോംസ് ആക്കി കൊടുക്കാം. ഉച്ചയ്ക്ക് ചോറ് തന്നെ വേണം എന്നുള്ളത് നമ്മുടെ കേരളൈറ്റ്സിന്റെ ഒരു ഇതാണ്. പക്ഷെ അത് ഒരിക്കലും ചോറ് തന്നെ വേണമെന്ന് അവിടെ നിർബന്ധം പറയുന്നില്ല. കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കണ്ടന്റ് വരുന്ന ചപ്പാത്തി കൊടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഉപ്മാവാക്കി കൊടുക്കാം. സോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കുക. അതിന്റെ കൂടെ വെജിറ്റബിൾസ് കൂടെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. വെജിറ്റബിൾസ് ഒരു പാർട്ടാക്കുക, വെറും ഇത് മാത്രം കൊടുക്കുക. ചപ്പാത്തിയുടെ കൂടെ എന്തെങ്കിലും വെജ് കറി അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുക. ചോറ് തന്നെ വേണമെന്ന് എവിടെ നിർബന്ധമായിട്ട് പറയുന്നില്ല. പക്ഷെ ഫ്രൂട്ട്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബാലൻസ് ആയിട്ട് എത്തത്തുമില്ല. ഒരു സാധനം കൂടി ഒരു സാധനം കുറഞ്ഞെന്നുള്ള രീതിയിൽ വരും. ഇപ്പോൾ ഈ കുട്ടികളിലെ വ്യായാമത്തിന്റെ കാര്യം പറയുമ്പോൾ അത് എത്രത്തോളം സാധ്യമാണ്? അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര സമയം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടത്? എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ ലെസ് ദാൻ 5 ഇയേഴ്സിൽ നമ്മളൊരു സ്ട്രക്ചർഡ് ആയിട്ട് എക്സസൈസ് എന്ന് പറയുന്നില്ല. അവർ നല്ല ആക്റ്റീവ് കുട്ടികളായിരിക്കും കൂടുതൽ. ലെസ് ദാൻ 5 ഇയേഴ്സിൽ മോസ്റ്റ് ഓഫ് ദം നല്ല ആക്റ്റീവ് ആയിരിക്കും. നമ്മളായിട്ട് അവരെ അടക്കി ഇരുത്തുമ്പോഴുള്ള പ്രശ്നങ്ങളുള്ളൂ. നമ്മളായിട്ട് അവരെ പിടിച്ച് TV കണ്ടോ മൊബൈൽ കണ്ടോ അടങ്ങി ഇരിക്കുക എന്ന് പറയുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യാറ്. സോ ലെസ് ദാൻ 5 ഇയേഴ്സ് നിങ്ങൾ ഒരിക്കലും റെസ്ട്രിക്ഷൻ വെക്കാതിരിക്കുക. അവർ ഫിസിക്കലി ആക്റ്റീവ് ആണ്, അവർ തന്നെ കളിക്കും, അവർ തന്നെ അവരുടെ രീതിയിൽ കളിക്കുന്നുണ്ട്. സോ അതിനെ എൻകറേജ് ചെയ്യുക. അത് കുറച്ചുകൂടെ ഒരു എന്താ പറയാ പ്ലേഫുൾ ആക്കാൻ വേണ്ടി ബോൾ ബാറ്റ് അങ്ങനെ വെച്ച് കളിപ്പിക്കുക, അല്ലെങ്കിൽ ബോൾ എറിഞ്ഞ് കളിക്കാം. സോ അവരുടെ ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക, ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുക. അതായത് TV കാണുക, അവിടെ ഇരിക്കുക, അടങ്ങിയിരിക്കുന്നവരെ റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുക. സോ ലെസ് ദാൻ 5 ഇയേഴ്സിന് ടൈമും ഇല്ല, അവരുടെ തന്നെ ഒരു ഫിസിക്കലി അവർ പോകുന്നുണ്ട്. സോ 5 ഇയേഴ്സ് എബവ് ആകുമ്പോഴാണ് ഈ സ്കൂള് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ടൈം കുറയുന്നത്. സോ അങ്ങനത്തെ കുട്ടികളിൽ ഒരു 30 to 40 മിനിറ്റ്സ്, കുറച്ച് ഒബിസിറ്റി ഉള്ളവരാണെങ്കിൽ, പൊണ്ണത്തടി ഉള്ള കുട്ടികളാണെങ്കിൽ 30 to 40 മിനിറ്റ്സ് മിനിമം എക്സസൈസ് എന്തായാലും വേണ്ടി വരും. ഒരു 5 ഡേയ്സ് ഇൻ എ വീക്ക്, ഒരാഴ്ച 5 ദിവസം 30 to 40 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യേണ്ടി വരും. എക്സസൈസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എയറോബിക് എക്സസൈസ് ഉണ്ട്, പിന്നെ മസിൽ സ്ട്രെങ്തനിങ് ഉണ്ട്, ബോൺ സ്ട്രെങ്തനിങ് ഉണ്ട്. അതിൽ കൂടുതലായിട്ട് നമുക്ക് റണ്ണിങ് അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, സ്വിമ്മിങ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ടൈം വെച്ചിട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡാൻസിങ്, വെറുതെ ഒരു പാട്ടിന് ഡാൻസ് കളിച്ചാൽ തന്നെ ഒരു ആക്ടിവിറ്റി ആണ്. സോ ഒരു ഒബിസിറ്റി ഉള്ള കുട്ടി, പൊണ്ണത്തടി എന്നുള്ള കുട്ടിയാണെങ്കിൽ മിനിമം 30 to 40 മിനിറ്റ്സ് എന്തായാലും ഒരു ദിവസം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കേണ്ടതാണ്. തുടക്കത്തിൽ ഡോക്ടർ പറഞ്ഞിരുന്നു ഈ വെയിറ്റും ഹൈറ്റും കൂടെയുള്ള ക്രമീകരണം അങ്ങനെ ഇല്ലാത്തതാണ് ഈ പൊണ്ണത്തടി എന്ന് പറഞ്ഞത്. പക്ഷെ എന്നാലും ഈ ഒരു ഏത് ഏജ് വരെയാണ് ഇത് നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്ന് പറയാനുണ്ടോ? 5 ഇയേഴ്സിന് എബോവ് ആണ് നമുക്ക് ഗ്രാഫ് അവൈലബിൾ ആയിട്ടുള്ളത്. 5 ഇയേഴ്സിന് എബോവ് നമുക്ക് ഗ്രാഫ് നോക്കി തന്നെ തീരുമാനിക്കാം ഒബിസിറ്റി ആണോ ഇല്ലയോ എന്നുള്ളത്. 2 to 5 ഇയേഴ്സിൽ നമ്മൾ ജസ്റ്റ് വെയിറ്റും ഹൈറ്റും നോക്കിയിട്ട് ഏകദേശം ഒരു ആ ഒരു ഏജ് ഗ്രൂപ്പിന്റെ വെച്ചിട്ട് പറയാവുന്നതാണ്. പിന്നെ മോസ്റ്റ്ലി നമ്മൾക്ക് ഈ ഒബിസിറ്റി എന്നുള്ളതിന് എന്താ പറയാ ട്രീറ്റ്മെന്റ് ആയിട്ടൊന്നും അങ്ങനെ കൂടുതൽ കുട്ടികളിലുള്ള ഒബിസിറ്റിക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നില്ല. കൂടുതലായിട്ട് നമ്മൾ എക്സസൈസ് അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അഡൾട്ടിനുണ്ട്, കുട്ടികൾ നമ്മൾ യൂഷ്വലി അധികം കൊടുക്കാറില്ല. ഇപ്പോൾ ഒബേസിറ്റി ആയി കഴിഞ്ഞാൽ തന്നെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഡയറ്റ് അങ്ങനെ നമുക്കത് ക്രമീകരിക്കാൻ പറ്റുമോ? ആ രീതിയിലാണോ നമ്മൾ ഡോക്ടറിനെ സമീപിക്കും അവർ പറയുന്നത്? ഡയറ്റീഷ്യൻസിനെ നിങ്ങൾക്ക് സമീപിക്കാം, ഡോക്ടേഴ്സിനെ സമീപിക്കാം. ഡയറ്റില് നമുക്ക് ഇപ്പൊ കുറെ യൂട്യൂബ് ചാനൽസിൽ അല്ലെങ്കിൽ വെയിറ്റ് ലോസിനുള്ള പാക്കേജസ് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതൊന്നും ഒരിക്കലും നിങ്ങൾ കുട്ടികളെ പരീക്ഷിക്കാൻ പാടില്ല. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിലേ പോകാൻ പാടുള്ളൂ. കാര്യം അവർ വളരുന്ന പ്രായമാണ്. ഈ വെയിറ്റ് ലോസ് പാക്കേജസ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന സാധനങ്ങളൊന്നും ഒരിക്കലും കുട്ടികളിൽ പരീക്ഷിക്കാൻ പാടില്ല. സോ അഡോളസന്റ് ഏജ് ആയാലും കുട്ടികളായാലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള രീതിയിൽ വേണം ഡയറ്റ് ചെയ്ത് പോകാൻ. അതാണ് ഞാൻ ആ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ ഇത്ര പെർസെന്റേജ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന് നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്രമീകരിച്ച് തരും. ഡയറ്റീഷ്യൻസിനെ കാണുവാണെങ്കിൽ അവർക്ക് രാവിലെ എത്ര ഇഡ്ഡലി കഴിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എത്ര കഴിക്കാം, ഇങ്ങനെ കഴിക്കണം, എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് ഡയറ്റീഷ്യൻ കൂടുതൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. എത്ര കാലറി കുറയ്ക്കണം എന്നുള്ള വെച്ചിട്ട്. സോ ഇത്ര വെയിറ്റ് ലോസ് ഒരു മാസം കുറയ്ക്കണം എന്നുള്ള ഇതിലാണെങ്കിൽ അതനുസരിച്ചുള്ള കാലറി റിച്ച് ആയിട്ടുള്ള രീതിയിൽ അവർ കാണിച്ചു തരും, നമ്മളുടെ ബോഡി അഫക്ട് ചെയ്യാത്ത രീതിയിൽ. ഗ്രോയിങ് ഏജ് ആയതുകൊണ്ട് ഒരിക്കലും ഈ വെയിറ്റ് ലോസ് മറ്റേ ഡയറ്റിംഗ് രീതിയിലോട്ട് പോകാത്തതാണ് നല്ലത്.
ഇപ്പോൾ ഈ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതോ എക്സസൈസ് ഇല്ലാത്തതോ ഒക്കെയാണല്ലോ ഈ പൊണ്ണത്തടിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം, ഇങ്ങനെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അവർ പിന്നെയും വിശക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ കൊടുക്കുന്നവർക്ക് അതൊരു കൺട്രോൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊണ്ണത്തടി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് ക്രമീകരിക്കാൻ പറ്റുന്നത്? കുഞ്ഞുങ്ങളുടെ നമ്മൾ തന്നെ ക്രമീകരിക്കുകയാണോ വേണ്ടത്, അതോ ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഫുഡ് മാറ്റി കൊടുക്കുകയാണ്? എന്താണ് അക്കാര്യത്തിൽ ചെയ്യേണ്ടത്? വിശക്കുന്നു എന്ന് പറയുമ്പോൾ യൂഷ്വലി ഉള്ള ആക്റ്റീവ് കുട്ടികളിൽ അങ്ങനത്തെ ഒരു ഹൈപ്പർഫേജിയ എന്നാണ് പറയുന്നത്. നമ്മൾ വിശപ്പ് കൂടുതലിന് ഹൈപ്പർഫേജിയ എന്ന് പറയും. അങ്ങനെ ഒരു കണ്ടീഷൻ കാണാൻ കുറവാണ്. ഈ സ്ക്രീൻ ടൈം, അത് TV കണ്ടുകൊണ്ട് കഴിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ വിശപ്പ് മാറിയാലും വിശക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ചില കേസസിൽ, ചില പത്തോളജിക്കൽ കേസ്, അതായത് നമ്മളുടെ തലയുടെ അകത്ത് എന്തെങ്കിലും ട്യൂമർ വളരുന്നു, തലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള കുട്ടികളിലും ഈ ഹൈപ്പർഫേജിയ, അതായത് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കാണാം. ചില ഹോർമോൺ ചേഞ്ചസ് വന്നാലും കാണാറുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ഭയങ്കര എത്ര കഴിച്ചാലും മതി വരുന്നില്ല എന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ പീഡിയാട്രീഷ്യനെ സമീപിച്ച് വേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടതായിരിക്കാം. അല്ലാത്ത കണ്ടീഷൻസിൽ ഇല്ല, ബാക്കി ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ വയറ് നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാലഡ്സ് കൊടുക്കാം. ഈ കുക്കുംബർ, ക്യാരറ്റ് അങ്ങനത്തെ കൊടുക്കുമ്പോൾ ഒരുപാട് വെയിറ്റ് ഗെയിനും ഉണ്ടാകില്ല, വയറ് നിറയുകയും ചെയ്യും. വയറ് നിറയ്ക്കാൻ വേണ്ടി ഷുഗറി റിച്ച് മറ്റേ അങ്ങനത്തെ ഫുഡിലേക്ക് പോകുമ്പോഴാണ് പൊണ്ണത്തടിയിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഈ ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതല്ലാതെ ഏതെങ്കിലും ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള തരത്തിലുള്ള ഫുഡുണ്ടോ? ഫുഡ് ഐറ്റംസ് എല്ലാവർക്കും ട്രൈ ചെയ്യണം എന്നുള്ള, ടേസ്റ്റ് അറിയണം എന്നുള്ള ടേസ്റ്റ് കൊടുക്കുക, അത് ഇഷ്യൂസ് ഒന്നും ഇല്ല. വീക്ക്ലി വൺസ് എപ്പോഴെങ്കിലും ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചെന്നോ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ജങ്ക് ഫുഡ്, മീൻസ് പാസ്ത, ബർഗർ കഴിച്ചെന്ന് യൂഷ്വലി ബുദ്ധിമുട്ടുണ്ടാകാറില്ല. ഇതിന്റെ എല്ലാം എമൗണ്ട് കൂടുമ്പോൾ ഡെയിലി കഴിക്കുക, അല്ലെങ്കിൽ അറ്റ് എ ടൈം ഒരുമിച്ച് കഴിക്കുക. അതായത് വല്ലപ്പോഴും കഴിക്കുമെങ്കിലും പക്ഷെ ഒരുമിച്ച് ഒരു 5-10 ചോക്ലേറ്റ് കഴിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് ഇത്ര ബർഗർ കഴിക്കും, അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ ഡെയിലി ഒരു ബേസിസിൽ ഷുഗർ, ഇങ്ങനത്തെ ഈ കളർ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അത് കുടിക്കുക. അത് ചെറിയ ബോട്ടിലായിരിക്കും എന്ന് പറയാം, പക്ഷെ ചെറിയ ബോട്ടിൽ ഡെയിലി കുടിച്ചാലും അത് ബുദ്ധിമുട്ടുണ്ടാകും. സോ ഡെയിലി ബേസിസിൽ കഴിക്കുന്നത്, അറ്റ് എമൗണ്ട് ഒരു ബിഗ് പോർഷൻ ആയിട്ട് കഴിക്കുന്നത്, ഇതൊക്കെയാണ് ഫുഡിൽ ബുദ്ധിമുട്ട് വരും. വല്ലപ്പോഴും ഒരു ചെറിയ ടേസ്റ്റ് ചെയ്തെന്നോ ചെറിയ എമൗണ്ട് ടേസ്റ്റ് ചെയ്തിട്ടോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ റെസ്ട്രിക്റ്റഡ് ഫുഡ് ഐറ്റംസ് ആയിട്ടൊന്നും ഇല്ല. മാക്സിമം ഇങ്ങനത്തെ ലേസ്, കുർക്കറെ, ഷുഗറി സാധനങ്ങൾ കൊടുക്കുന്നത് കുറയ്ക്കുക. കാര്യം അതൊക്കെ ആ ടേസ്റ്റ് ഒരു ഇതായി കഴിഞ്ഞാൽ, ടേസ്റ്റ് ഇങ്ങനത്തെ ടേസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതൽ അതിന് വേണ്ടി വാശി പിടിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് കുറയ്ക്കാന്നുള്ളതേ ഉള്ളൂ, ഒന്നും കൊടുക്കണ്ട എന്ന് എവിടെയും പറഞ്ഞിതായിട്ടില്ല. ഈ 2 മാസം ഇനി കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്, അവരുടെ കളിക്കുന്നതൊക്കെ സമയമാണ്. അപ്പോൾ ഈ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാതാപിതാക്കൾ ഫസ്റ്റ് അവർ ഞാൻ പറഞ്ഞ റോൾ മോഡൽസ് അവരാണ്. അവര് കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചെയ്യുക. ടിവിയുടെ മുന്നേ അവർ പോയിരുന്ന് കഴിച്ചിട്ട് കുട്ടിയോട് പോയി ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന പറഞ്ഞാൽ ആരും കഴിക്കില്ല. സോ അവരും കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിക്കണം. രണ്ടാമതായിട്ട് സ്ക്രീൻ, അവർ ഈ മൊബൈൽ, ചില ടേബിളിൽ വന്നിരിക്കും പക്ഷെ മൊബൈൽ നോക്കിക്കൊണ്ടായിരിക്കും കഴിക്കുന്നുണ്ടാവുക, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ ഇങ്ങനത്തെ ഡ്രിങ്ക് കുടിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അവരുടെ മുന്നിൽ നിന്നല്ലാതെ കുടിക്കാൻ ശ്രമിക്കുക. അവരുടെ മുന്നിൽ നിന്ന് കുടിച്ചിട്ട് നീ കുടിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെയാണ് ഫുൾ ഒരു റോൾ മോഡൽ ആക്കുന്നത്. എക്സസൈസ് അതുപോലെ തന്നെ പാരന്റ്സ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും കൂടെ ചെയ്യാനായിട്ട്. അവരും അവരുടെ കൂടെ ഒരു 30 മിനിറ്റ്സ് കൂടെ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ they will be happy. അവരുടെ കൂടെ ചെയ്യാനും അതാണ് കുട്ടികൾക്ക് ഒരു എൻകറേജ്മെന്റ് ആകും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ പാരന്റ്സ് റോൾ മോഡൽ ആയിട്ട് ശ്രമിക്കുക. അവര് ഈ റൂൾസ് എൻഫോഴ്സ് ചെയ്യാതെ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ശരി, എന്തായാലും കുട്ടികളിലെ പൊണ്ണത്തടി എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഏതൊക്കെ രീതിയിലാണ് ഭക്ഷണക്രമം ക്രമീകരിക്കേണ്ടത്, മാതാപിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഗായത്രിയാണ് നമ്മളുടെ അതിഥിയായി ഇന്ന് എത്തിയത്. ഡോക്ടറാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.